വോട്ടവകാശം ശ്രദ്ധിച്ച് വിനിയോഗിക്കണമെന്ന് വേടൻ. കേരള സ്റ്റോറിയുടെ രാഷ്ട്രീയത്തിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും വേടൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേടന്റെ രാഷ്ട്രീയം ചർച്ചയാകും. വേടന്റെ വിവാഹ തീയതി ആദ്യം അറിയിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വന്നത് രാഷ്ട്രീയ നീക്കം. കൂടുതൽ വേദികളൊരുക്കാൻ LDF, വേടനെ ഒപ്പം നിർത്താൻ UDFും രംഗത്തിറങ്ങും. റാപ്പർ വേടൻ വീണ്ടും വാർത്തകളിൽ നിറയുന്നു. വിവാദ സിനിമ കേരള സ്റ്റോറിയുടെ രണ്ടാം പാർട്ടിനെതിരെ നടത്തിയ പ്രതികരണമാണ് വേടനെ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാക്കിയത്. മറ്റൊന്ന്, വേടൻ വിവാഹം ചെയ്യാൻ പോകുന്നു എന്നതാണ്. ലൈംഗികാരോപണ കേസുകൾക്കിടെ യുവ എഴുത്തുകാരിയായ നവമി ലതയെ ഫെബ്രുവരി 24-ന് വേടൻ വിവാഹം ചെയ്യുമെന്നതും ചർച്ചയ്ക്കിടയാക്കി. എന്നാൽ വേടന്റെ വിവാഹ തീയതിയും വേദിയുമെല്ലാം ആദ്യം ലോകത്തെ അറിയിച്ചത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരുന്നു. കണ്ണൂർ ധർമ്മശാലയിൽ സർക്കാർ സംഘടിപ്പിച്ച ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ വെച്ചായിരുന്നു MV ഗോവിന്ദൻ വേടന്റെ വിവാഹകാര്യം പരസ്യപ്പെടുത്തിയത്. പിന്നീടാണ് വേടൻ ഇത് സ്ഥിരീകരിച്ചത്. ധർമ്മശാലയിലെ ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ വേടൻ പറഞ്ഞ രാഷ്ട്രീയവും രാഷ്ട്രീയം പറയുന്ന വേടനോടുള്ള CPIMന്റെ നിലപാടും പരസ്പര പൂരകങ്ങളായി മാറുന്നു. അവന്മാർ ഭക്ഷണ രാഷ്ട്രീയം കൊണ്ട് കേരളത്തിൽ വന്നേക്കുന്നു എന്നാണ് കേരള സ്റ്റോറിക്കെതിരെ വേടൻ പ്രതികരിച്ചത്. ഇത്രയും ദേഷ്യം നമ്മളോട് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭാവിയിൽ അവർക്ക് നമ്മുടെ ദേഹത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ശ്രദ്ധിച്ചും കണ്ടും ജീവിച്ചോളണം. ശരിയായ രാഷ്ട്രീയ വിദ്യാഭ്യാസം എടുത്തോളണം. ഇല്ലെങ്കിൽ ഇവന്മാർ ആദ്യം അടിക്കാൻ പോകുന്നത് നമ്മളെയാണ്. വേണമെങ്കിൽ പാട്ടും പാടി കാശും വാങ്ങി വീട്ടിൽ പോകാം. അപ്പോൾ എനിക്ക് കൂടുതൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളെല്ലാവരും എൻ്റെ സഹമനുഷ്യരാണെന്ന് കാണാൻ പറ്റുന്നതുകൊണ്ടും നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതുകൊണ്ടുമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് പെർഫോം ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് വർഷമായി ഒന്നായി എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി നിർത്തി ഒരുമിച്ച് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി നമ്മളെ ഒരുപാട് തവണ പരീക്ഷിച്ചപ്പോഴും ഒരുമിച്ച് നിന്നു. നമ്മൾ സമാധാനപരമായി ജീവിക്കാൻ നോക്കുമ്പോൾ ഇവന്മാർ ചെയ്യുന്ന പണി കണ്ടോ? സിനിമ കാണുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം കണ്ടോളണം എന്നും വേടൻ പറഞ്ഞു. പാട്ടിനൊപ്പം കേൾവിക്കാരോട് രാഷ്ട്രീയവും പറയുന്ന വേടൻ കോഴിക്കോട് ബീച്ചിൽ നടന്ന സംഗീത ഷോയ്ക്കിടെ ആയിരങ്ങളോട് ആഹ്വാനം ചെയ്തത് വോട്ടവകാശം ശ്രദ്ധയോടെ വിനിയോഗിക്കണമെന്നായിരുന്നു. ഇന്ത്യയിൽ ജനാധിപത്യം ശക്തമായി നിലനിൽക്കാൻ കാരണം നമ്മെപ്പോലുള്ള ന്യൂനപക്ഷങ്ങളുടെ സാന്നിധ്യമാണെന്നും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വിഭാഗക്കാർ ഒന്നിച്ച് താമസിക്കുന്ന മേഖലയാണ് മലബാർ എന്നും വേടൻ കോഴിക്കോട്ടെ വേദിയിൽ പറഞ്ഞിരുന്നു. റാപ്പ് സംഗീതത്തിലൂടെ യുവതലമുറയെയും സംഗീത പ്രേമികളെയും ഒരുപോലെ തന്നിലേക്ക് ആകർഷിച്ച വേടൻ കൂടുതൽ വാർത്താ പ്രാധാന്യം നേടുന്നത് ഫ്ളാറ്റിൽ നിന്നും സുഹൃത്തുക്കൾക്കൊപ്പം കഞ്ചാവുമായി പിടിയിലായതോടെയാണ്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസിന്റെ റെയ്ഡിൽ വേടൻ പുലിപ്പല്ല് ലോക്കറ്റായി ഉപയോഗിച്ച മാല കണ്ടെത്തിയതോടെ വനം വകുപ്പ് കേസെടുക്കുകയും ചെയ്തു. ലഹരി ഉപയോഗിച്ചതിന് പരസ്യമായി ക്ഷമ ചോദിച്ച വേടൻ തന്റെ ഫോളോവേഴ്സായ കുട്ടികളോട് തന്നെ ഒരിക്കലും മാതൃകയാക്കരുതെന്നും ലഹരി ഉപയോഗം പാടില്ലെന്നും ഉപദേശിച്ചിരുന്നു. ജാമ്യം ലഭിക്കുന്നതും ജാമ്യം ലഭിക്കാത്തതുമായ വകുപ്പുകൾ വേടനെതിരെ ചുമത്തിയെങ്കിലും പുലിപ്പല്ല് കേസിൽ വലിയ പ്രതിഷേധം ഉയർന്നതോടെ സർക്കാരിന് തടിയൂരേണ്ടി വന്നു. ആനക്കൊമ്പ് കൈവശം വെച്ച മോഹൻലാലിനെയോ പുലിപ്പല്ല് ലോക്കറ്റുള്ള ചെയിൻ ധരിക്കുന്ന സുരേഷ് ഗോപിയെയോ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു സോഷ്യൽ മീഡിയയിലും തെരുവുകളിലും പ്രതിഷേധം ഉയർന്നത്. ഇതോടെ അധികം വൈകാതെ ഇടുക്കിയിലെ സർക്കാർ പരിപാടിയിൽ റാപ്പ് സംഗീതം അവതരിപ്പിക്കാൻ അവസരമൊരുക്കി സർക്കാർ വേടനുമായി കൈകോർത്തു. അറസ്റ്റ് ചെയ്ത പോലീസിന്റെ അകമ്പടിയോടെ വേടൻ വേദിയിലേക്ക് രാജകീയമായി തിരിച്ചുവരുന്ന കാഴ്ച അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും ആഘോഷമാക്കി. എന്നാൽ ഇതിനു പിന്നാലെ വേടനെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയർന്നു. വേദിയിൽ ദളിത് ന്യൂനപക്ഷ രാഷ്ട്രീയം പറഞ്ഞ് താരമാകുന്ന വേടനെ ആദ്യം BJP എതിർക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അവഗണിച്ചുവിടാൻ തീരുമാനിച്ചു. വേടനെ ആക്രമിക്കുന്നത് ജാതി രാഷ്ട്രീയ സമവാക്യങ്ങളിൽ തിരിച്ചടി നേരിടുമെന്ന ബോധ്യത്തിലായിരുന്നു BJPയുടെ പിന്മാറ്റം. വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയ ചിന്തയുടെ വക്താക്കൾ തങ്ങളാണെന്ന് അവകാശപ്പെടാൻ LDF UDF മുന്നണികൾ മത്സരിക്കുന്നുണ്ട്. ലൈംഗികാരോപണ വിധേയനായി നിൽക്കുമ്പോഴാണ് സർക്കാർ മികച്ച ഗാനരചയിതാവിനുള്ള ചലച്ചിത്ര പുരസ്കാരം വേടന് നൽകുന്നത്. ഇതിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നു. സാധാരണ നിലയ്ക്ക് പ്രതിപക്ഷം സർക്കാരിനെതിരെ രംഗത്ത് വരുമെന്ന് കരുതി. എന്നാൽ കോൺഗ്രസ് MP ഹൈബി ഈഡൻ വേടനൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട് ആശംസ അറിയിക്കുകയാണ് ചെയ്തത്. വേടനെ എതിർക്കുന്നത് ദളിത് ന്യൂനപക്ഷ വോട്ടുകളെ അകറ്റുമെന്ന വ്യക്തമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്
രാഷ്ട്രീയ പാർട്ടികൾ കരുക്കൾ നീക്കുന്നത്. മഞ്ഞുമ്മൽ ബോയ്സിലെ വിയർപ്പ് തുണിയിട്ട കുപ്പായം എന്ന പാട്ടുപാടി കേരള രാഷ്ട്രീയത്തിൽ മിന്നൽ പിണറായി ആയിരിക്കുകയാണ് വേടൻ. അതുകൊണ്ട് വേടന്റെ പാട്ടിനൊപ്പം തുള്ളാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന് ചൂടുപിടിക്കുമ്പോൾ വേടന് കൂടുതൽ വേദികളൊരുക്കി വേടന്റെ രാഷ്ട്രീയം തങ്ങളുടേതും കൂടിയാണെന്ന് സമർത്ഥിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും കച്ചകെട്ടിയിറങ്ങും. വേടന്റെ വിവാഹം പോലും വലിയ നേതാക്കളുടെ ആശംസകൾ കൊണ്ട് നിറയും.